ഇപ്പോൾ ഒരുപക്ഷെ ദുബായിൽ ബിസിനസ് തുടങ്ങാനാണ് ഭയങ്കര ഈസിയാണ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള നാഷണാലിറ്റിക്ക് ഒരു പെർസെൻറ്റേജ് 51% ഷെയർ കൊടുത്തിട്ടാണ് അത് അവർക്ക് ചെയ്യാൻ പെർമിഷൻ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പണ്ടങ്ങനെ ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അല്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ച് മാറ്റാനോ അതോ ഇങ്ങനെ തന്നെ നിലനിൽക്കാനോ അങ്ങനെ എന്തെങ്കിലും പ്രൊഫഷനാണോ ഇപ്പോഴുള്ളത്? ആക്ച്വലി മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് റിയാസ് ബൈ വീണ്ടും സ്വാഗതം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ബിസിനസ് സെറ്റപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള മിഡിൽ ഈസ്റ്റിലെ ബിസിനസ് സെറ്റപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ്, വീഡിയോകളാണ് ഈ ഒരു പ്ലേലിസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട നമ്മളൊരു എപ്പിസോഡിൽ പറയുകയുണ്ടായി, ഇപ്പോൾ ഒരുപക്ഷെ ദുബായിൽ ബിസിനസ് തുടങ്ങാനാണ് ഭയങ്കര ഈസിയാണ്. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള നാഷണാലിറ്റിക്ക് ഒരു പെർസെൻറ്റേജ് 51% ഷെയർ കൊടുത്തിട്ടാണ് അത് അവർക്ക് ചെയ്യാൻ പെർമിഷൻ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. പണ്ടങ്ങനെ ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അല്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തിരിച്ച് മാറ്റാനോ അതോ ഇങ്ങനെ തന്നെ നിലനിൽക്കാനോ അങ്ങനെ എന്തെങ്കിലും പ്രൊഫഷനാണോ ഇപ്പോഴുള്ളത്? ആക്ച്വലി തീർച്ചയായിട്ടും പണ്ട് UAE നിക്ഷേപങ്ങൾക്ക് വരുന്ന ആളുകൾ നിർബന്ധമായിട്ടും ട്രേഡ് ലൈസൻസിൽ ഒരു UAE നാഷണലിലെ പ്രസൻസ് വേണമെന്നുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു. ഓക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏത് മേഖലയിലായാലും, ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ലൈസൻസ് ആവാം, കൊമേഴ്ഷ്യൽ ആവാം, അല്ലെങ്കിൽ പ്രൊഫഷണൽ ആവാം, ഒന്നിനും തന്നെ പുതിയ ലൈസൻസ് നിങ്ങൾ ചെയ്യുമ്പോൾ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയായിട്ട് പോകുമ്പോൾ നമുക്ക് ഒരു സ്പോൺസറുടെ ആവശ്യമില്ല. 100% ഓണർഷിപ്പിൽ നമുക്ക് ചെയ്യാനായി സാധിക്കും. ഇതൊക്കെ ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ നിലവിൽ ഇപ്പോൾ ലൈസൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൽ 51% UAE നാഷണൽ ഉണ്ട്. അദ്ദേഹത്തെ മാറ്റാൻ പറ്റുമോ? തീർച്ചയായിട്ടും മാറ്റാൻ പറ്റും. നോട്ടറി പബ്ലിക്കിൽ വരെ അദ്ദേഹത്തിൻ്റെ കൂടി സിഗ്നേച്ചർ വേണം. അങ്ങനെ എല്ലാവരും മാറ്റി കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ അറബികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹക്ക് ഹലാൽ ഉള്ള കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ പുലർത്തുന്നവരാണ്. നമ്മൾ നമ്മുടെ സ്ഥാപനമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു സ്പോൺസർഷിപ്പ് ഫെസിലിറ്റി തന്നിരുന്നത്. അപ്പോൾ നമ്മളത് മാറ്റാൻ പറഞ്ഞിട്ട് മാറ്റി കൊടുത്തിട്ടുള്ള ചരിത്രമാണ് ഉള്ളതും. അതുപോലെ തന്നെ ഞങ്ങളുടെയൊക്കെ ക്ലയൻസുകളിൽ നമ്മുടെ സ്പോൺസർ ഭാഗത്തുണ്ടായിരുന്ന എല്ലാവരും ആവശ്യപ്പെട്ടവർക്കൊക്കെ മാറ്റി കൊടുത്ത്. പക്ഷെ അതേസമയം നമുക്ക് വേറൊരു റിക്വസ്റ്റും കൂടി വരാറുണ്ട്. ഇപ്പോൾ UAE നാഷണൽ ആയിട്ടുള്ള ഒരാൾ വർഷങ്ങളായിട്ട് ഹെൽപ്പും സാധനങ്ങളൊക്കെ ചെയ്തു, ഒരുപാട് ഡിപ്പാർട്ട്മെന്റിൽ ഹെൽപ്പ് ചെയ്തു, ഒരു ബിസിനസ് ഗ്രോ ചെയ്തു. ഞാൻ എങ്ങനെ പുള്ളിയെ മാറ്റുക ഇത്രയും കൊല്ലങ്ങളായിട്ട്? പിന്നെ നമ്മളൊരു ഐശ്വര്യമുള്ള ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ പറയും, നിങ്ങളൊരു കാര്യം ചെയ്തത് അദ്ദേഹത്തിന് ഒരു 1% പിന്നെ വെച്ചിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്തു എന്നുള്ള രീതിയിൽ നമ്മൾ അഡ്വൈസ് കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 1% ആക്കും. കാരണം ഇപ്പം പെർസെൻറ്റേജ് ഇത്ര വേണമെന്ന് നിർബന്ധമില്ല, ആൾ തന്നെ വേണമെന്നില്ല. അപ്പോൾ 1% വെക്കാമല്ലോ. അപ്പോൾ 1% വെച്ചിട്ട് 99% ആക്കിയിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു പോകുന്ന ഒരു സംവിധാനം കൂടിയുണ്ട്. ഒരു ഓപ്ഷൻ പറഞ്ഞതാണ്, അത്തരത്തിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഓപ്ഷൻ. ഇനി വേറൊന്ന്, സർവീസ് സെക്ടറിൽ ഈ വക്കീൽ ഹിദ്മാത്ത്, അതായത് സർവീസ് ഏജന്റ് എന്ന് പറഞ്ഞിട്ട് ഷെയർ ഉണ്ടാവില്ല. 100% എക്സ്പാട്രിയേറ്റിനായിരിക്കും. പക്ഷെ ഒരു വക്കീൽ ഹിദ്മാത്തിന്റെ സ്പോൺസർ വെച്ചിരുന്ന ഒരു സംഭവമുണ്ട് സർവീസ് സെക്ടറിൽ. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. വക്കീൽ ഹിദ്മാത്ത് നമുക്ക് മാറ്റാൻ പറ്റില്ല, പകരം ഒരാൾ വെക്കേണ്ടി വരും. പക്ഷെ ആ ലൈസൻസിനെ തന്നെ നമ്മൾ ലിമിറ്റഡ് ലയബിലിറ്റി കമ്പനിയായിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ സ്പോൺസർ ഒഴിവാക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ആരെ വേണമെങ്കിലും നമുക്ക് ഒഴിവാക്കാം. അത് അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യമില്ല. ഇപ്പം ഞങ്ങളുടെയൊക്കെ കേസിൽ നമുക്ക് റീസ്ട്രക്ചറിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ലൈസൻസുകൾ ഉണ്ടാവും ചിലർക്ക്. ഉദാഹരണം ഇപ്പോൾ ഒരു ബേക്കറി മേഖലയിലുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു 18-20 സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം പണ്ട് കാലത്തെ സ്ട്രാറ്റജിയിൽ ഓരോ സ്ഥാപനം സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, ബ്രാഞ്ചസ് അല്ല. ഓരോന്നിലും വ്യത്യസ്ത സ്പോൺസേഴ്സാണ്. ഇവരെല്ലാവരെയും ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാറ്റുമ്പോൾ നമ്മൾ ഹോൾഡിംഗ് കമ്പനിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ സ്ട്രക്ചർ ചെയ്ത് അവരെ എല്ലാതും മാറ്റി കൊടുത്ത്, അത് നമ്മളിപ്പോൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. പ്രത്യേകിച്ച് നിയമം മാറിയതിന് ശേഷം പഴയ കമ്പനികളെടുത്ത് അത് വളരെ നല്ല രീതിയിൽ റീസ്ട്രക്ചറിങ് ചെയ്ത് അവർക്ക് ഒരു സേഫാക്കി കൊടുക്കുക എന്നുള്ളത് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും നമ്മുടെ ഉത്തരം, നമ്മുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ? അതെ. അതേസമയം നമ്മൾ ഇപ്പോൾ റൂളിംഗ് ഫാമിലിയിലൊക്കെ സ്പോൺസർഷിപ്പിന്റെ പോഡ്കാസ്റ്റ് ചെയ്തത് അവർ വെക്കണം എന്നുള്ള നിർബന്ധം കൊണ്ടല്ല. അത്തരം ആളുകളെ ഷെയ്ഖ് ഫാമിലിനൊക്കെ വേണ്ടവർക്ക് അത് യൂസ് ചെയ്തുകൊണ്ടുള്ള വലിയ ബിസിനസ്സുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള സഹായമാണ്. പക്ഷെ ഒരിക്കലും UAE നിയമപ്രകാരം ഇപ്പോൾ വേണ്ട വെക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നമ്മുടെ ആൾക്ക് ഇൻഫർമേഷൻ വളരെ ആകട്ടെ. അങ്ങനെ എന്തെങ്കിലും ആളുകൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ റിയാസ് കിൽട്ടൺ ആൻഡ് ടീം റെഡി. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. താങ്ക് യു.